അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെങ്ങനെ ചാനൽ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് നമ്മളെങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ചാനലിനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. പേര് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വെച്ചാൽ നമ്മളെ പ്ലേ ബട്ടൺ കിട്ടിയ ഒരു പ്ലേ ബട്ടൺ സാധനമുണ്ട്, ഒരു യൂട്യൂബ് തരുന്ന പ്ലേ ബട്ടൺ. 1,00,000 സബ്സ്ക്രൈബ്, പിന്നെ 10 ലക്ഷത്തിന് തരുന്നത്, പിന്നെ അങ്ങനെ പോവും. അപ്പോൾ ഇത് പ്ലേ ബട്ടൺ കിട്ടിയ ഒരു നെയിമുള്ള ചാനലിൻ്റെ നെയിം നമ്മൾ എടുത്തിട്ടാൽ നമുക്ക് പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആരും മറ്റേ മോട്ടിവേഷൻ ആണെങ്കിൽ അല്ല, പ്ലേ ബട്ടൺ കിട്ടാത്ത പേരുള്ള ചാനൽ, അതായത് നമ്മളൊരു പേരിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഷാജൂസ് വേൾഡ് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ പേരിൽ വേറെ ആൾക്കാർക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു പേരിട്ടതിന് ഇന്നിപ്പോൾ ഇട്ടു, നാളെ ആ പേര് 14 ദിവസം കഴിഞ്ഞിട്ട് മാറ്റിക്കാണ്ട് പിന്നെ 14 ദിവസം നമ്മൾ ആ പേര് ഇട്ട് കഴിഞ്ഞാൽ, വേറെ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ 14 ദിവസം കഴിയണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പേര് മാറ്റി കളിക്കരുത്, ഒരു പേരുമ്പോൾ ഫിക്സഡ് ആവണം എപ്പോഴും. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുക, പേരിടുന്ന നേരത്ത് ചാനലിൽ പോയി സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക, ഈ പേര് ആർക്കെങ്കിലും ഉണ്ടോ, ചാനലിൽ പേരിട്ടണോ. ഏറ്റവും ബെസ്റ്റ് ആരുടെ അകത്ത് പേരിടണമെന്നാണ്. അപ്പോൾ കുറേ കൺഫ്യൂഷനൊക്കെ ഒന്നുമില്ല, യൂട്യൂബിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ വീഡിയോ രണ്ടാമത് ഞാൻ പിന്നെ ഇടാം. ഇപ്പോൾ ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചാനലിൻ്റെ URL എങ്ങനെയായാലും ഒരു സ്ഥലത്ത് എഴുതി വെക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് വാ. അപ്പോൾ ഗായ്സ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, വീട്ടിലെ ജിമെയിൽ യൂട്യൂബിൽ പോയി എടുക്കുക. അവിടെ ഉണ്ട് പ്രൊഫൈലിൽ പോയിട്ട് സ്വിച്ച് അക്കൗണ്ട് നിൽക്കുക. ഏതാണോ നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ട ജിമെയിൽ അഡ്രസ്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചാനൽ പ്രൊഫൈലിൽ പോവുക. അവിടെ ഉണ്ടാവും ക്രിയേറ്റ് ചാനൽ. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളിടത്ത് എന്ത് ചെയ്യുക, ഫോട്ടോയും പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ തൽക്കാലം ഞാനത് കൊടുക്കുകയാണ്. പിന്നെ ഹാൻഡിൽ നെയിം മാറ്റുക. പിന്നെ ഹാൻഡിൽ നെയിം ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്പേസ് ഇടാൻ പാടില്ല. ഇപ്പോൾ നിങ്ങളൊരു പേര് ഇടണല്ലേ, ജാസി എന്നിട്ടാണ് പേര്. അപ്പോൾ ജാസി എന്നിടുമ്പോൾ ഇപ്പോൾ സ്പേസ് ഇട്ട് ജാസി എന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നെയിം കൊടുക്കുക. പക്ഷേ ഹാൻഡിൽ നെയിം കൊടുക്കുമ്പോൾ ജാസി എന്നുള്ളത് സ്പേസ് ഇടാൻ തന്നെ പാടില്ല. ഒരു ഹൈഫോണോ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. എന്നാലേ ആ പേരിൻ്റെ ഹാൻഡിൽ നെയിമിൻ്റെ ആ ഗ്രീൻ ടിക്ക് വരുള്ളൂ. എന്നിട്ട് എന്താ ചെയ്യുക, അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് നിൽക്കുക. നേരെ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5:30 വൈകുന്നേരം 5:30. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എപ്പോൾ രാവിലെ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് 5:30 നേരത്ത്, ഇപ്പോൾ രാവിലെ നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു, പക്ഷേ ആ വീഡിയോ ആൾക്കാർക്ക് എത്ര 5:30 ടൈമിൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. പബ്ലിഷ് നൗ എന്നുണ്ടാവും, പബ്ലിഷ് എന്നുള്ളത് അൺലിസ്റ്റഡ് ഉണ്ടാവും, പ്രൈവറ്റ് ഉണ്ടാവും, പിന്നെ ഷെഡ്യൂൾഡ് എന്നൊരു ടൈം ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കെല്ലാവർക്കും ഒപ്പം മുന്നോട്ട് പോകാം. നമുക്ക് എന്ത് സംശയം ചോദിക്കാം, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്ത് തരും. നമ്മൾ ഇത് ചെറിയ ചാനലാണ്, പക്ഷേ ഒരു ചാനൽ നടത്തിയതിൻ്റെ ഒരു പരിചയം കണ്ട് ഞാൻ ഒരു 8 ചാനൽ വരെ നടത്തി, ഒക്കെ പൂട്ടിപ്പോയി. ഓരോ പോളിസി വരുമ്പോൾ അങ്ങനെ പൂട്ടിപ്പോവും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കേണ്ട, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങിയാണ് സ്റ്റാർട്ടപ്പ് ആക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ഏണിങ്സും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് യൂട്യൂബ് പറയുന്നത്. ആദ്യം ഒരു 3 മാസം നല്ല കഷ്ടപ്പെട്ട് വരും, സ്ഥിരമായിട്ടൊരു ടൈമിൽ വീഡിയോ ഇടാം. അത് വെച്ചാൽ അത് നമ്മൾ എപ്പോൾ എടുത്ത് വെച്ചാലും ആ ടൈം, ഇപ്പോൾ 11 ആണെങ്കിൽ നാളെയും 11 മണിക്ക് കിട്ടുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.